എന്നെ ചേർത്ത് നിർത്തിയ ഒരുപാട് പേരുണ്ട്. നമ്മള് ചേർത്ത് നിർത്തുമെന്ന് കരുതിയ ഒരുപാട് പേര് അവഗണിച്ചവരുണ്ട്. അവരും ഇത് പലരും കാണുന്നുണ്ടാവും. അപ്പം ആരെ കുറിച്ചാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നിങ്ങൾ ഈ വർഷമെങ്കിലും കിട്ടിയോന്റെ വീട്ടിൽ 10 ദിവസമെങ്കിലും ഒന്ന് പോയി നിൽക്കാൻ സാധിക്കട്ടെ. നൻപ നൻപികളെ, പരദൂഷണ കമ്മിറ്റി ഓഫ് കേരളയുടെയാണ് ഈ ഒരു വീഡിയോ. പക്ഷേ ഇതൊരിക്കലും നമ്മുടെ പോക്ക് സീരീസിൽ വരുന്നൊരു എപ്പിസോഡല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ വീഡിയോക്കകത്ത് എങ്ങനെയായിരിക്കും നമ്മൾ പറയുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോക്കകത്തിലെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഡിംപിൾ റോസ് ആണ്. അപ്പോൾ ഡിംപിൾ റോസ് ആരാണ്? ഡിംപിൾ റോസ് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക മലയാളികൾക്കും അറിയുന്നൊരു ആക്ട്രസ് ആണ്. ഡിംപിൾ റോസ് സിനിമ സീരിയൽ ആക്ട്രസ് ആണ്. അപ്പൊ പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് കുക്കിംഗ് റെസിപ്പീസ്, അതേപോലെ തന്നെ ഫാമിലി വ്ലോഗിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഫാമിലി വ്ലോഗേഴ്സ് എന്നും നമുക്കൊരു അസറ്റ് ആണല്ലോ. കാര്യം നമുക്ക് കണ്ടന്റിന് ക്ഷാമം വരുന്നിരിക്കുന്ന സമയത്തേക്കിന് ഏതെങ്കിലും ഫാമിലി വ്ലോഗേഴ്സിനെ എടുത്ത് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ലാസ്റ്റ് പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എന്നെ വല്ലാതെ ബാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു സാഡ് ഇമോജി കൊടുത്തുള്ള ഒരു ടൈറ്റിൽ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരു വീഡിയോക്കകത്ത് മെയിനായിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ 2024 പുള്ളിക്കാരുടെ റെസൊല്യൂഷൻ, അല്ലെങ്കിൽ 2025 വരുമ്പോൾ റെസൊല്യൂഷൻ, അതായത് മുൻകാലങ്ങളിൽ പുള്ളിക്കാരുടെ ജീവിതാനുഭവത്തെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. പിന്നീട് 2025 ഇനി ഭാവിയിൽ എങ്ങനെയാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് എവിടെയൊക്കെയോ ചില കാര്യങ്ങൾ ഇങ്ങനെ തൊട്ടും തൊടാതെ പറഞ്ഞു പോകുന്നുണ്ട്. വരൂ നമുക്കതൊന്ന് ചിക്കിയും മാന്തിയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ആൻഡ് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നമ്മുടെ കണ്ടന്റ് ആണ്. പരദൂഷണ കമ്മിറ്റി ഓഫ് കേരള എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ നമ്മുടെ ഒരു വീഡിയോയുടെ സെൻസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനെ ആ ഒരു കണ്ടന്റ് ആയിട്ട് മാത്രം നിങ്ങൾ കാണുക, ഇതാരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പം നമുക്ക് നോക്കാം എന്താണ് ആ ഒരു വീഡിയോക്കകത്ത് പറയുന്നത് എന്നുള്ളത്. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു, എനിക്ക് സ്വന്തമായിട്ട് ഒരു ലിവിങ് സ്പേസ് വേണം എന്നുള്ളത്. കാര്യം അവിടെ ആൻസിജേട്ട ഒറ്റമോനാണ്, അത് ഞങ്ങൾക്കുള്ളതാണ്. ഇതും ഞങ്ങളുടെ വീടാണ്. ഇപ്പം എന്റെ വീടെന്നും പറയുന്നില്ല, മമ്മിയുടെ ഡാഡിയുടെ വീടെന്നും പറയുന്നില്ല, ചേട്ടന്റെ വീടെന്നും പറയുന്നില്ല. ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നവും ഞങ്ങളുടെ എല്ലാവരുടെയും അധ്വാനവും ഉള്ള വീടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ വീടാണ്. അവിടെയും എന്റെ എന്ന് പറയാനുള്ളൊരു ഗ്യാപ്പ് ഇല്ല. വളരെ നല്ല കാര്യം. എന്റെ എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോഴത്തേക്കിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുടുംബത്തിലല്ലേ, അപ്പം ബാക്കിയുള്ളവർക്കും തോന്നും അത് അവന്റെ, ഇത് ഇവന്റെ, അല്ലെങ്കിൽ ഇത് അവളുടെ എന്നുള്ള ഒരു വേർതിരിവൊക്കെ ആരുടെയെങ്കിലൊക്കെ മനസ്സിലൊക്കെ തോന്നും. അതേ സമയത്ത് ഞങ്ങളുടേത് എന്ന് നമുക്ക് പറയാൻ കഴിയുമ്പോഴാണ് ഒരു കുടുംബത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. കുടുംബം ഇമ്പമുണ്ടാവുന്നതാണല്ലോ കുടുംബം ഏത്. അപ്പോൾ ഇത് അവരുടെ, അല്ലെങ്കിൽ അച്ഛന്റെ, അല്ലെങ്കിൽ ചേട്ടന്റെ, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ, അങ്ങനെ ഒന്നും അല്ലാതെ ഇത് നമ്മുടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് അതൊന്ന് വേറെ തന്നെയാണ്. കാര്യം ഒരു ഫാമിലിയെ ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വലിയൊരു ഘടകം തന്നെയാണ് അങ്ങനെ ഒരു ചിന്ത നമുക്ക് തോന്നുന്നത്. ഞങ്ങളുടെ വീടാണ്, അവിടെയും ഞങ്ങളുടെ വീടാണ്. പക്ഷെ എന്റെ എന്ന് പറയാനായിട്ട് എന്തെങ്കിലും വേണം, എന്റെ ഇഷ്ടത്തിന് ഉള്ള എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ എന്റെ എന്ന് പൂർണ്ണമായിട്ട് പറയാവുന്ന രീതിയിൽ എന്തെങ്കിലും വേണം. ഒരു ലിവിങ് സ്പേസ് എന്നുള്ളത് എന്റെ കുറച്ച് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ഉടനടി വേണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എപ്പോഴെങ്കിലുമൊക്കെ വേണം, അത്രേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ പോലും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് എന്തോ ഒരു സ്വപ്നം വന്നു പോയ പോലെ ഇന്ന് ഇപ്പോ എന്റെ എന്ന് പറയാൻ എനിക്കും ഒരു ലിവിങ് സ്പേസിനുള്ള തുടക്കം ഞാൻ ഈ 2024 ചെയ്തത്. കാര്യം നെക്സ്റ്റ് ഇയർ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് അതിന്റെ കയ്യിലേക്ക്, അതായത് പണിയൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ, കയ്യിലേക്ക് കിട്ടുള്ളൂ. പക്ഷെ എന്റെ ലൈഫിലെ വലിയൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഈ ഒരു ഡിസിഷൻ. ഓക്കെ, അപ്പം പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ടൊരു ലിവിങ് സ്പേസ് വേണം, അതായത് എന്റെ എന്ന് പറയാനൊക്കെ ഒരു സ്പേസ് വേണമെന്ന് പറയുന്നത് അതൊരിക്കലും നമ്മൾ തെറ്റി പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുടുംബം ഇമ്പം ഉണ്ടാവുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അവിടെ എന്റെ നിന്റെ എന്നുള്ള വേർതിരിവ് വരുമ്പോൾ ഒരു മനസ്സിലെവർക്കെങ്കിലൊക്കെ ഒരു അകൽച്ച കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. ശരിയാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഇത് നമ്മുടെ എന്ന് പറയുമ്പോഴത്തേക്കിന് എല്ലാ കാലത്തും എല്ലാവർക്കും ഒരു കുടുംബത്തിൽ നമ്മുടെ എന്ന് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. കാര്യം ചില കുടുംബ ബന്ധങ്ങളുടെ ഒരു തകർച്ച ഉണ്ടാവുന്നത് ഈ പറയുന്ന പോലെ എല്ലാം നമ്മുടെ എന്ന് പറയുമ്പോഴും ചില കാര്യങ്ങൾ അവർക്കൊരു ഇത് ഉണ്ടാവും, അത് നിന്റെ, അല്ലെങ്കിൽ എന്റെ, അല്ലെങ്കിൽ അവന്റെ, ഇത് അവന്റെ സാധനം എന്തിനാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കൂട്ടുകുടുംബം പോലെ നിൽക്കുകയാണെങ്കിൽ ഈ കൂട്ടുകുടുംബത്തെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ കുറവുള്ളത് അണുകുടുംബങ്ങൾക്കാണ്. കാരണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കാരണമല്ലോ, എന്നാലും ചെറിയ രീതിയിൽ പറയാം. ഇപ്പൊ നമ്മളൊരു കൂട്ടുകുടുംബം ആണെങ്കിൽ ചേട്ടന്റെ ഭാര്യ, അല്ലെങ്കിൽ അനിയന്റെ വൈഫ്, അല്ലെങ്കിൽ അവരുടെ മക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ചെറിയൊരു പലഹാരം വാങ്ങുകയാണ്. അവന്റെ കൊച്ചിന് അവൻ അത് കൊടുത്തു, എന്റെ കൊച്ചിന് ഇത് കുറച്ചേ തന്നുള്ളൂ, അല്ലെങ്കിൽ എന്റെ കൊച്ചിന് അവൻ മുട്ടായി വാങ്ങിച്ചപ്പോൾ അതിന്റെ അളവ് ഇച്ചിരി ചെറുതായി പോയി എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ചില ടീംസ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഫാമിലീസ് നമുക്ക് പേഴ്സണലി അറിയാം. അപ്പൊ അങ്ങനത്തെ പ്രശ്നം ഉള്ളപ്പോഴത്തേക്കിന് എന്റേത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റേതായിട്ട് ഒരു സ്പേസിലോട്ട് മാറി നമ്മൾ താമസിക്കുമ്പോഴത്തേക്കിന് അവിടെ നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം ഉണ്ട്. അതേപോലെ നമ്മുടെ ബന്ധങ്ങൾ അതേപോലെ നിലനിർത്തിക്കൊണ്ട് വലിയ ശത്രുക്കളല്ലാതെ നമുക്ക് പോകാനെ കൊണ്ട് എന്തായാലും അതൊരു പരിധി വരെ നമ്മളെ സഹായിക്കും. അതെന്തുകൊണ്ട് സ്വന്തമായിട്ടൊരു ലിവിങ് സ്പേസ് വേണം എന്ന് ഡിംപിൾ റോസിന് തോന്നി.
തോന്നി. സ്വന്തമായിട്ട് അത് ഉണ്ടാക്കിയെടുത്തത് വളരെ നല്ല അടിപൊളി ഒരു കാര്യം തന്നെയാണ്. സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബിസിനസ്. ഞാൻ ഇത്രയും നാള് ബിസിനസ് ഫാമിലി ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ഞാൻ കസ്റ്റമേഴ്സിനോട് സംസാരിച്ച് ഞാൻ അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടൊന്നും ചെയ്യാറില്ല. ഞങ്ങൾ പർച്ചേസിങ്ങിനൊക്കെ പോവും, ഇൻവോൾവ് ആണ് എങ്കിലും ഞാനൊരു കംപ്ലീറ്റ്ലി ഒരു വീട്ടിൽ മാത്രം സംസാരിക്കുന്നില്ല. വീട്ടിൽ ഞങ്ങൾ 4 പേരിൽ ഒതുങ്ങുന്ന ബിസിനസ് സംസാരങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോ എനിക്ക് തോന്നി ഇത് പറ്റില്ല, കുറച്ചും കൂടി ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണമെന്ന് തോന്നിയപ്പോ ജസ്റ്റ് ഓക്കെ. ഇപ്പം കുറച്ചുകൂടെ ഇൻവോൾവ് ആയി എന്ന് പറഞ്ഞ തോന്നിയില്ലേ? ഇവിടെയാണ് ഞാൻ ചിക്കിയും മാന്തിയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ആദ്യം കുറെ നാൾ ആ ഒരു ബിസിനസ്സിൽ അത്രയും ഇൻവോൾവ് ആയില്ല എന്നൊരു സാധനം പറയുന്നുണ്ട്. അതുകൊണ്ട് സ്വന്തമായിട്ടൊരെണ്ണം സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ട് എന്ന് പറയുന്നുണ്ട്. ഈ എന്താ ഇൻവോൾവ് അധികം ആകാത്തതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നത് നീ എന്താണ് ഇതിനകത്ത് കൂടുതൽ നീ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞത് വരും, നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഈഗോ ഹർട്ടായിട്ട് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് തോന്നും. നല്ലത് തന്നെയാണത്. വീട്ടിലെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ജസ്റ്റ് തുടങ്ങിയിട്ടതാണ്. പക്ഷെ ഓക്കെ, വീട്ടിലെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെ തുടങ്ങിയിട്ടേക്കുന്നതാണ്. വളരെ നല്ല കാര്യം. ആ ഒരു സപ്പോർട്ട് എന്നും ഉണ്ടാവട്ടെ. അതും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, വലിയ മോശമില്ലാത്ത രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇപ്പൊ ശരിക്കും ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഇതിലേക്ക് ഫുള്ളി ഇൻവോൾവ് ആയിട്ട്. ഓക്കെ, അപ്പം സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പൊ കൂട്ടത്തില് ഒപ്പം ഫാമിലിയും കൂടെ ചേർത്ത് പറയുന്നുണ്ട്. അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിച്ചിരിക്കുന്നത്. വളരെ നല്ല കാര്യം. കാരണം കുടുംബത്തിൽ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ വീഡിയോയുടെ സെൻസ് ഇതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുകയാണ്. അപ്പൊ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ പബ്ലിക്കിലോട്ട് കൊണ്ടുവരാതിരിക്കുക, അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ പ്രസന്റ് ചെയ്ത് പോകുന്നതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എല്ലാവരെയും സന്തോഷത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാ കുടുംബത്തിലും ചെറിയ 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 പിണക്കങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണും. പക്ഷെ അതിനെ വലുതാക്കിക്കൊണ്ട് പോകുന്ന ചില ടീംസിനെ ഇവിടെ അറിയാമല്ലോ. ആ സ്ഥാനത്ത് ഇതൊക്കെ നോക്കുമ്പോൾ മാതൃകയാക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാര്യം അവരുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള കാര്യം തന്നെയാണ്. മമ്മി, ഡാഡി, ചേട്ടൻ, ഡിവൈൻ, ഈവൻ പിള്ളേര് പോലും സത്യം പറഞ്ഞാൽ ഈ 3 പിള്ളേര് ഇവരാണ് ഒരു ദിവസം ലൈറ്റപ്പ് ചെയ്യുന്നത്. അപ്പം അവരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്റെ എല്ലാ സങ്കടങ്ങളിലും അല്ലെങ്കിൽ എന്റെ എല്ലാ ദേഷ്യങ്ങളിലും കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാതെ ഞാൻ എന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ സഹായം ചെയ്യാൻ അല്ലെങ്കിൽ ഞങ്ങള് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ അവർ കേൾക്കുന്നുണ്ടാവും, കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും ഞങ്ങളാണ്, തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ്. പലരും ഉണ്ട് കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പലരും എന്നെ ചേർത്ത് നിർത്തിയ ഒരുപാട് പേരുണ്ട്. നമ്മള് ചേർത്ത് നിർത്തുമെന്ന് കരുതിയ ഒരുപാട് പേര് അവഗണിച്ചവരുണ്ട്. അവരും ഇത് പലരും കാണുന്നുണ്ടാവും. അപ്പം ആരെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഏത് കാറ്റഗറി ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ളവരും ഒരുപാട് പേരുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് എവിടേക്കോ തൊട്ടും തൊടാതെ ആരെ പരിയൊക്കെ സംസാരിക്കുന്നുണ്ടെന്നുള്ളത്. ഇപ്പൊ നിങ്ങളിത് കാണുമ്പോൾ ഇതിന് മുമ്പേ വരെയുള്ള വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങളിങ്ങനെ അല്ലെങ്കിൽ എടാ ഇവൻ എന്താ ഈ പറയുന്നത്, ഇവൻ എന്തിന്റെ തുക, ഇവനൊരു മാനസിക രോഗിയായി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, സ്വാഭാവികം. പക്ഷെ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു സംഭവം തോന്നിയത്. കാരണം ഇവർക്ക് കൂടെ ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് പിന്നീന്ന് കുത്തിയ ചില ആളുകളുണ്ട്, അതേപോലെ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് കരുതിയിരുന്ന ആളുകൾ, അല്ലെങ്കിൽ കൂടെ ഉണ്ടാവുമെന്ന് കരുതിയിരുന്ന ആളുകൾ ഇട്ടേച്ചു പോയി, അല്ലെങ്കിൽ ആരും ഒരിക്കലും കൂടെ ഉണ്ടാവില്ല എന്ന് കരുതിയ ആളുകളെ ചേർത്ത് നിർത്തി എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ എടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾക്കത് മനസ്സിലാകുമല്ലോ എന്ന് പറഞ്ഞുണ്ട്. അതേപോലെ എനിക്കും പറയാനുണ്ട് ചില ആൾക്കാരെ പറ്റിയിട്ട്. ഇപ്പൊ ഞാനിത് ഇവിടെ പറയുന്നില്ല, നമുക്ക് പിന്നീട് ഏതെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ പറയാം. ഇതിന്റെ താഴെ വന്നിരിക്കുന്ന 2 കമന്റ്സ് ഉണ്ട്. തലയ്ക്ക് മുകളിൽ മേൽക്കൂരയും തീന്മേശയിൽ ഭക്ഷണവും സ്നേഹിക്കാൻ കൂടെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ധനിക തന്നെയാണ്. ഡിംപിൾ. പിന്നെ ഉള്ളതൊക്കെ ബോണസ് ആയിരിക്കും. സ്വന്തം പൈസയ്ക്ക് വേണ്ടിയും ഒരു വീടും വാങ്ങാൻ പറ്റി, സ്വന്തം പൈസയ്ക്ക് വണ്ടിയും ഒരു വീടും വാങ്ങാൻ പറ്റി 2024 തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കിടിലൻ 2024 തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പം ഇവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ കമന്റ് സെക്ഷനിൽ ഇട്ട എനിക്ക് തോന്നിയ പോലെ ആളുകൾക്കും തോന്നിയ ഒരു സംഭവമാണ്. എവിടേക്കോ ചില സ്വരച്ചേർച്ചകൾ എവിടേക്കോ ഉണ്ടായിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം പറയുന്നുണ്ട്, തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂരയും കഴിക്കാൻ ഭക്ഷണവും സ്നേഹിക്കാൻ കൂടെ ഒരാളും ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. അടിപൊളിയാണ്. നമുക്ക് ഒരുപാട് ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളൊരു കുടുംബം വലിയ രീതിയിൽ കൊണ്ടുപോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് മാത്രം മതി ഒരു മനുഷ്യന് ഹാപ്പി ആവാനെ കൊണ്ട്. ഞാൻ ആ ഒരു സംഭവമാണ് കേട്ടോ കീപ്പ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് പൈസ വേണമെന്നൊന്നുമില്ല. ചെറുതായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 10-20 കോടിയുടെ ബാങ്ക് ബാലൻസ്, കൂട്ടത്തിൽ നമുക്ക് ചെറിയൊരു 1.5-2-3 കോടിയുടെ ഒരു ഫ്ലാറ്റ്, അത്രയൊക്കെ നമുക്ക് ആഗ്രഹമുള്ളൂ. പിന്നെ അടുത്ത് വന്നേക്കുന്ന ഒരു കമന്റ് ആണ്, ഈ വർഷമെങ്കിലും കെട്ടിയോന്റെ വീട്ടിൽ 10 ദിവസമെങ്കിലും ഒന്ന് പോയി നിൽക്കാൻ സാധിക്കട്ടെ. ഈ കമന്റ് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കാം.
തരാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ കമന്റ് ഇട്ട് വരുന്ന ആൾക്കാർക്ക് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, എല്ലാ ഫാമിലിയിലും ഓരോരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു ഫാമിലി ബ്ലോഗർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആയതുകൊണ്ട് എല്ലാം ഒന്ന് പബ്ലിക്കിൽ പറയണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വാശി ആരും പിടിക്കുകയും ചെയ്യരുത്. ഇപ്പം വന്നേക്കുന്ന ഇങ്ങനത്തെ കുറച്ച് ഇതുപോലത്തെ 2-3 കമന്റ്സ് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇത് മാത്രം ഞാൻ ഇവിടെ വെക്കുന്നു. അപ്പം ഇങ്ങനെ കുറച്ച് കമന്റ്സ് നിരന്തരം വരുമ്പോഴത്തേക്കിന് ആളുകൾ പിന്നെ ഇതെടുത്ത് ബാക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പിന്നെ ഇതിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നീട് അവർക്ക് പബ്ലിക്കിലൊന്നും പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് എത്തും. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു സാഹചര്യം കാരണം കേരളം മൊത്തം അങ്ങോളം ഇങ്ങോളം അടി ഉണ്ടാക്കിയ ഒരു ടീംസിന് അറിയാമല്ലോ, നമ്മുടെ പ്രവീൺ പ്രണവ് ഇഷ്യൂ. അതുപോലെ ആരും കൊണ്ട് ഇടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വളരെ അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരി ഒന്ന് സംസാരിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ പുള്ളിക്കാരി തന്നെ ഈ ഒരു വീഡിയോക്കകത്ത് തന്നെ പറയുന്നുണ്ട്, മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്ന ആൾക്കാരൊക്കെ എന്നെ വിട്ടിട്ട് പോയി, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല എന്ന് കരുതിയ ആളുകളൊക്കെ ചേർത്ത് നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊള്ളേണ്ട ആളുകളെ കൊള്ളിച്ചുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ചേർത്ത് നിർത്തേണ്ട കുടുംബത്തിലെ ആളുകളെ ആണെങ്കിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം എന്താണെങ്കിലും ഇപ്പൊ 2025 അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ പോട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ശരി, ബൈ.